നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താൻ എന്തായി കാണിക്കുന്നത്? എനിക്കൊരു ഫലം കിട്ടാനെ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞേ. ഞാൻ മരണപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് എന്നെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. മരിച്ച കൂടി വന്ന 6 മാസത്തേക്ക് കരച്ചിൽ കാണാം. അതിന് ഏത് കൊടിമൂത്തോ ഇഷ്ടമാണെങ്കിലും അതങ്ങ് മറന്നേക്കും. അതാ മനുഷ്യൻ. പക്ഷെ കിടന്ന് നരകിച്ച് ഇഴഞ്ഞ് നിരങ്ങിയുള്ള ജീവിതമാകുമ്പോ മൊത്തത്തിൽ അതങ്ങ് അറ്റം വരെ നീളും. പിന്നെ ഒടുവിൽ രാഗി അവള് തന്നെ അവനെ കൊല്ലും. അങ്ങനെ അങ്ങ് എഴുതി തള്ളണ്ട ചിറ്റപ്പ. ഇങ്ങനെയുള്ള എത്ര കടമ്പകൾ കടന്നവളാ ശാലിനി. നമ്മൾ എന്തൊക്കെ ചെയ്തു? മലമ്പാമ്പിന്റെ മുറിവ് കൂടുന്നത് പോലെ ഇത് വല്ലതും അവൾക്ക് ഏശുന്നുണ്ടോ? അങ്ങനെ ഇങ്ങനെയൊന്നും ഒടുങ്ങുന്നവരല്ല വിഷ്ണുവും അവനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന ശാലിനി. ദൈവങ്ങളെല്ലാം അവരുടെ പക്ഷത്താ. നമ്മുടെ കൂടെ നിൽക്കുന്ന ചാത്തനും മറുതിയൊന്നും കാര്യമായ രീതിയിൽ ഒരു ഗുണം ഉണ്ടാക്കുന്നില്ല. ആ പിന്നെ ചിറ്റപ്പ, അപ്പോഴുള്ള കാര്യങ്ങൾ എന്നെ അറിയിക്കണേ. അവിടെ നിന്നുള്ള വാർത്ത കേൾക്കുമ്പോഴാ മനസ്സിനകത്തൊരു സന്തോഷവും സുഖവും ഒക്കെ തോന്നുന്നത്. പിന്നെ ചിറ്റപ്പൻ അവിടെ ഉണ്ടെന്നുള്ള ധൈര്യവും. നിന്റെ ഈ ചിറ്റപ്പ എന്നുള്ള വിളി കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ സുസ്മിത മോളെയാ. അയ്യോ, ഞാൻ ചിറ്റപ്പന്റെ സുസ്മിത മോള് തന്നെയാ. സ്വഭാവം കൊണ്ട് സുസ്മിതയെ കടത്തി വെട്ടാൻ ശ്രമിക്കുന്നവളാ. അത് വിത്ത് വേറെ മോളെ. ഈ കരിമരുന്നിന്റെ പൊടി പോലെ ആളി പടരുന്ന ഒരിനം. ജയിലിൽ കിടന്ന് അർമാദിക്കുകയാണെന്നാ കേട്ടത്. കഴിഞ്ഞ ദിവസം ഒരു പണിയൊപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോലീസുകാരുടെ മൂക്കിന്റെ പാലം. ആ പാലം പണിത് നേരെയാക്കാൻ എന്റെ അക്കൗണ്ടിൽ നിന്നാ പണം പോയത്. അല്ല, ഉടനെ എങ്ങാനും ഇറങ്ങാൻ സാധ്യതയുണ്ടോ? ശ്രമം നടക്കുന്നുണ്ട്. പുറത്തായാലും അകത്തായാലും അവള് നിൽക്കുന്നിടം വിഷ്ണു ലോകമാ. അവളിപ്പം പുറത്തുണ്ടായിരുന്നെങ്കിൽ വിഷ്ണു ഇപ്പം പരലോകം കണ്ടനെ. ആ എന്തായാലും അപ്പോഴുള്ള വിവരങ്ങൾ അറിയിച്ചോളാം. നല്ല നല്ല വാർത്ത കേൾക്കാൻ കാതോർത്തിരുന്നു മോള്. എന്റെ ദേവി, എങ്ങനെ ഇത് സംഭവിച്ചത്? ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമാ. വിഷ്ണു എന്റെ മോൻ തന്നെയല്ലേ? വിഷ്ണുവിന് ഞാനായിട്ട് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കുവോ? എന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റുന്ന പോലെ അല്ല വിഷ്ണുവിന് എന്തെങ്കിലും സംഭവിക്കുന്നത്. എന്റെ ശാലിനിയുടെ ജീവനും ശ്വാസവും എല്ലാം വിഷ്ണുവാ. അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം അവളുടെ വിഷ്ണുവിന് വേണ്ടിയായിരുന്നു. അവൾ ജീവിക്കുന്നതേ വിഷ്ണുവിന് വേണ്ടിയല്ലേ? അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അതും അന്നത്തില് ഭക്ഷണം ഏറ്റവും നന്നായി എല്ലാവർക്കും കൊടുത്തിട്ടല്ലേ ദേവി ശാരദ ഈ ജീവിതം തിരിച്ചു പിടിച്ചത്? അന്നത്തിൽ തന്നെ ശാരദ ഒരിക്കലും വഞ്ചിക്കില്ല. വിഷ്ണുവിന് ഒരാപത്തും വരുത്തല്ലേ എന്റെ ദേവി. അവൻ എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ എന്റെ ശാലിനി ഈ ഭൂമിയില് ജീവിച്ചിരിക്കില്ല. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എനിക്ക് ഒരിക്കലും തീരാത്ത ദുഃഖം തന്നേക്കല്ലേ ദേവി. എന്റെ മക്കളുടെ ജീവിതം തകർക്കല്ലേ. എന്റെ ഈ കൈ കൊണ്ടാണല്ലോ ദേവി ഞാൻ വിഷ്ണുവിന് ചോറ് കൊണ്ട് കൊടുത്തത്.
ആ ഒരു കുറ്റബോധം കൊണ്ട് ഞാനിവിടെ നിന്ന് എരിഞ്ഞെരിഞ്ഞ് തീരും. ഞാനിനി എന്ത് ചെയ്യണം ദേവി, പറയ്. ശാരദാമേ, ശാന്ത, എനിക്കിനി ഒന്നിനും വയ്യ. എന്റെ സപ്തനാടികളും തളർന്നു പോവുക. മനസ്സും ശരീരവും നിറഞ്ഞലിച്ചിരിക്കുക. ഞാനിവിടെ ഇങ്ങനെ ഒന്ന് നിൽക്കട്ടെ. ശാന്ത പൊയ്ക്കും. എത്ര നേരം ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ നിൽക്കുന്ന അത്രയും നിൽക്കട്ടെ. ദേവി, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരുത്തല്ലേ. സിസ്റ്റർ, വിഷ്ണുവേട്ടൻ മയക്കമൊന്ന് വിട്ടിട്ടുണ്ട്. മാഡത്തെ തിരക്കുന്നു. തോറ്റുപോകില്ലെന്ന് പറഞ്ഞിട്ട് തോൽപ്പിച്ചു കളഞ്ഞു അല്ലേ? ഒരുപാട് വേദന തിന്നല്ലേ? താൻ എന്തായി കാണിക്കുന്നേ? എനിക്കൊരു ഫലം കിട്ടാനെ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞേ. ഞാൻ മരണപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് എന്നെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. മരണം കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നടോ. അപ്പോഴൊക്കെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഉറപ്പ്, ഒരാൾക്കും താൻ എന്നെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ? മരണത്തിന് പോലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.